ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻസ് മീഡിയ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയർ വെൽനസ് പാർക്കിലാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു കിഡ്സ് പ്ലേ ഏരിയയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനായിട്ടൊരു പ്രത്യേകമായിട്ടൊരു കോർണർ സെറ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കൂടാതെ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതിനായിട്ടൊരു ചെറിയ പോണ്ടും പിന്നെ നമുക്കിങ്ങനെ നാച്ചുറൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു വെള്ളത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാർക്കിൻ്റെ ഏകദേശമുള്ള ഒരു ഐഡിയ ഒക്കെ കാണും. നമുക്ക് സിപ്പ് ലൈനും അങ്ങനെ സംവിധാനങ്ങളൊക്കെ അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ചെറിയ സംവിധാനങ്ങളുണ്ട്. മെയിനായിട്ട് അതിനകത്ത് കുറേ പ്ലാന്റ്സും അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് റോക്ക് ക്ലൈമ്പിങ്ങിനുള്ള ഒരു വൺ സെറ്റപ്പ് തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാവിധ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അവിടെയുണ്ട്. ആവശ്യത്തിനുള്ള സ്റ്റാഫ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും നമുക്ക് സൈക്കിൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് പ്രത്യേക ട്രാക്കുകളും എല്ലാവിധ ഹെൽമെറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ തരും. സൈക്കിളിൻ്റെ ട്രാക്കിലൂടെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു കണ്ടീഷനായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ബില്യാർഡ്സ് അങ്ങനെ കുറച്ച് ഗെയിംസ്, ട്രംപോളിൻ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വരുന്നത് അതിൻ്റെ ജിമ്മിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. നല്ല അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഒരു ജിംനേഷ്യം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സോണുണ്ട്. കുഞ്ഞു മക്കൾക്ക് കളിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ 4 പേർക്ക് കയറാവുന്ന ഒരു പെഡൽ സൈക്കിളുണ്ട്. നമുക്ക് തന്നെ ചവിട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. ബാക്കിലിരിക്കുന്ന 2 പേർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലിരിക്കുന്ന 2 പേർക്ക് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ ആ സൈക്കിളൊക്കെ എടുത്ത് പാർക്കിൻ്റെ ചുറ്റിലും ആ സൈക്കിൾ ചവിട്ടുന്നതിനായിട്ടൊരു പ്രത്യേകമായ ട്രാക്കുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ റൗണ്ടൊക്കെ അടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സിപ്പ് ലൈൻ അതുപോലെ തന്നെ റോപ്പ് കോഴ്സ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ചില ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിയാൻകുട്ടന് റോപ്പ് കോഴ്സിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. സിപ്പ് ലൈനിൽ കയറണമെങ്കിൽ 140 സെൻറ്റിമീറ്റർ എബോവ് ഹൈറ്റ് വേണമെന്നാണ് പറഞ്ഞത്. എന്തായാലും റോപ്പ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങൾ, സേഫ്റ്റി സംവിധാനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേ സിയാൻകുട്ടൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് മുകളിൽ ചെന്നപ്പോഴത്തേക്കും ചെറിയ പേടിയൊക്കെ തോന്നിയിട്ട് താഴേക്ക് ഇറങ്ങി പോന്നു. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ അതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും നമുക്ക് പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. നമ്മളത് മറ്റേ അറ്റത്ത് ചെന്നാലാണ് നമുക്കത് അതിൽ നിന്ന് എന്താ പറയുക ഊരിപ്പോരാൻ പറ്റത്തുള്ളൂ. എനിവേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ ഒരു ഭാഗമൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ നേരെ സിപ്പ് ലൈനിലോട്ട് പോയി. സിപ്പ് ലൈന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പക്ഷെ നമുക്കത് ഫുള്ളായിട്ട് ക്യാമറയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മോളാണത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ പിന്നെ അത് അവളുടെ ഹൈറ്റ് എല്ലാം വെച്ച് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഫെസിലിറ്റിയാണ് ഈ സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പാർക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് കാണാൻ പറ്റും. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. അതൊരു വർത്ത് സംഭവമാണ്. ഇതെല്ലാം ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ആ ഒരു ടിക്കറ്റ് പ്രൈസിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. 290 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത്. നമ്മൾ കുട്ടികൾക്കും 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. പിന്നെ കൊച്ചി മെട്രോയുടെ കാർഡുള്ളവർക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പോയത് ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെഷനായിരുന്നു. അത് നല്ലൊരു രസമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് നമ്മൾ പറയേണ്ടതാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറച്ച് എന്താ പറയുക ഹെൽത്ത് വൈസ് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും മിക്ക ആക്ടിവിറ്റീസും നമുക്ക് എന്താ പറയുക നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു മാജിക് ബോക്സ് ആയിരുന്നു. ഇതിൻ്റെ 2 വശത്തു നിന്ന് നോക്കുമ്പോൾ 2 സംഭവങ്ങളാണ് കാണുന്നത്. പിന്നെ ഏറ്റവും എൻജോയ് ചെയ്തൊരു ഭാഗമായിരുന്നു ഇത്. നമ്മൾ കാണുന്ന മിററിനകത്ത് അവിടെ ഒരു ശബ്ദത്തിലൊരു ലാഡറാണ് ആ സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കയറി എന്നിട്ട് നമ്മൾ ഒരേ സ്റ്റെപ്പൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ മിററിൽ നമുക്കതിൻ്റെ വേറൊരു ഇമേജും കൂടെ കിട്ടും. നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു റൂമാണ്. ഈ റൂം ശരിക്കും നേരെ ആയിട്ടുള്ള റൂമല്ല, ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു റൂമാണ്. അതും നല്ല ഫണ്ണായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇത് സംഭവം ഭയങ്കര കളർഫുള്ളാണ്. മൊത്തത്തിൽ ഇത് ഗ്ലാസ് ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ വീട് കണ്ടുപിടിക്കാന്നൊക്കെ പറയത്തില്ല, മുയലിനെ അതിൻ്റെ വീട്ടിലോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രോഗ്രാമാണ് സംഭവം. നമ്മൾ ഈ ഗ്ലാസ്സുകാരൊക്കെ തട്ടി എങ്ങും വീഴാതെ കൃത്യമായിട്ട് നമ്മളിത് പുറത്തെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. കാണുമ്പോൾ സംഭവം സിമ്പിളാന്ന് തോന്നും, പക്ഷേ ഇത് എല്ലാം ഒരേപോലെ ഇരിക്കും. എവിടേക്ക് നോക്കിയാലും നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും.
മിറർ മെയ്സ് എന്നാണ് ശരിക്കും ഇതിന് പേര് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഏത് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയാലും നമുക്കതൊരു സ്ട്രെയിറ്റ് വഴിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ കൈകൊണ്ട് ശരിക്കും തൊട്ട് നോക്കിയിട്ട് പോയില്ലെങ്കിൽ മുഖം അടിച്ച് അവിടെ കിടക്കും. കുറച്ച് റിസ്ക് എലമെൻറ്റും ഉണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളെ അപ്പുറത്ത് കാണുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ കാണുമ്പോൾ നമ്മൾ അവിടെയാണെന്ന് ഓർത്ത് നമ്മളെ എടുത്തിട്ട് ഓടി വരാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലായിരിക്കും നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു മിററിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഒരു സ്ട്രീറ്റ് മാജിക് ഷോ ആണ്. ആൾ കുറച്ച് നമ്പറുകളൊക്കെ കാണിക്കും. പൈസയെല്ലാം മേടിച്ച് നമുക്ക് 100 മേടിച്ച് 200 മേടിച്ച് 400 ഒക്കെ ആക്കി തരും. എന്നിട്ട് അത് കത്തിച്ച് കളയും. പിന്നെ ഏറ്റവും അവസാനം നമ്മളുടെ കയ്യിലുള്ള പൈസ തന്നെ നമുക്ക് തിരിച്ചു തരും. പിന്നെ കോയിൻസ് വെച്ചിട്ടുള്ള കുറച്ച് നമ്പറുകൾ, അങ്ങനെ രസമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യും. മജീഷ്യൻ അവിടെ ഉണ്ടാവും. നമ്മൾ ചെന്ന് ചോദിച്ചാൽ മതി എന്തെങ്കിലും നമ്പർ കാണിക്കാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ആളൊരു 5-6 നമ്പർ കാണിച്ചു തരും. ഹിന്ദിക്കാരനാണ്, ഹിന്ദിയിലേ സംസാരിക്കും. പിന്നെ ഇതിനകത്തുള്ളൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു 2 റൈഡും കൂടിയുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 സംഭവത്തിനകത്തും കയറാം. പക്ഷേ 1.5 മണിക്കൂറിന് വേണ്ടിയിട്ട് വേറെ ഒരു ടിക്കറ്റ് അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് ശരിക്കും ഒരല്പം നമുക്കൊരു കത്തിയായിട്ടൊക്കെ തോന്നും. പിന്നെ അതിൻ്റെ കുറേ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ക്രിക്കറ്റ്, ഷട്ടിൽ, അങ്ങനെ കുറേ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. സിയാൻ ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.